ലക്ഷങ്ങളുടെ വരുമാനമാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ വരുമാനം എടുക്കേണ്ടത് 2 മാസം എടുത്തു കേട്ടോ. കാരണം നമ്മുടെ വീഡിയോസ് ഒക്കെ ഭയങ്കര ഫാസ്റ്റായിട്ടാണല്ലോ ഓടുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ വരുമാനത്തിന് ശേഷം 2 മാസം എടുത്തതേ $100 ഇന്ന് കയറുമെന്ന് വിചാരിച്ചത് എവിടെ അതും വന്നിട്ടില്ല. എന്ത് ചെയ്യാനാ? പക്ഷെ നമ്മുടെ ആൾക്കാരുടെയൊക്കെ ഒരു തെറ്റായ ധാരണയുണ്ടല്ലോ, യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ ലക്ഷങ്ങൾ വരുമാനം കിട്ടും എന്നുള്ളതൊക്കെ. പക്ഷേ അതെ, ഒന്നും വന്നില്ല. വന്നത് പെരുമ്പാവൂരിന്ന് പിള്ളേരും ചിഞ്ചുവും പാച്ചുമാണ്. ചിഞ്ചു വന്നപ്പോൾ കുറേ ഞണ്ടുകളെ കൊണ്ടുവന്നു കേട്ടോ. പിള്ളേരൊക്കെ ജീവനുള്ള ഞണ്ടുകളെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഞണ്ടുകറി കൂട്ടിയിട്ട് കുറേ നാളുമായി. അങ്ങനെ പിള്ളേരുമായിട്ടൊക്കെ കുറേ നർമ്മസലാപത്തിലൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളുടെ ഗെയിം ഇന്ന് ഇടുന്ന കാര്യം ആലോചിച്ചത്. അങ്ങനെ ഗെയിം ഇടാൻ വേണ്ടിയിട്ട് അക്കൗണ്ട്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് നമ്മുടെ $100 ഇതുവരെ തികഞ്ഞിട്ടില്ല കേട്ടോ. 21-ാം തീയതി വന്നില്ലെങ്കിലുണ്ടല്ലോ പിന്നെ അടുത്ത മാസത്തിലേക്ക് ഇത് പോകും. അതാണ് പ്രശ്നം. ഈ കിട്ടുന്ന പൈസയൊക്കെ നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് വിനിയോഗിക്കുകയാണ് കേട്ടോ. വേറെ ഒന്നും വിചാരിക്കരുത്. കാരണം ഞങ്ങൾക്ക് ചെറുപ്പം മുതലുള്ള വലിയൊരു ആഗ്രഹത്തിൻ്റെ ഒക്കെ പുറത്ത് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതും പ്രത്യേകിച്ച് ഇന്നലെ നമ്മൾ ഇട്ട ഒരു വീഡിയോക്കകത്തുണ്ടല്ലോ, ഒരുപാട് കോളും മെസ്സേജുകൾ കാണാൻ വന്നിരിക്കുന്നത് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട്. അതും ചെറിയ ചെറിയ എമൗണ്ടുകളൊന്നുമില്ല, വലിയ എമൗണ്ടുകൾ. ലക്ഷങ്ങളുള്ള വരുമാനമൊന്നുമില്ല നമുക്ക്. കൂടിപ്പോയ 2 മാസം കൂടി $100. അത് കൺവേർട്ട് ചെയ്യുന്ന കിട്ടുന്ന പൈസ അതിങ്ങനെ ചെറിയ ചെറിയ കുട്ടികൾക്ക് വല്ല ബുക്ക് മേടിക്കാനോ മുട്ടായി മേടിക്കാനോ ചെറിയ ഭക്ഷണം കഴിക്കാൻ പാങ്ങില്ലാത്തവർക്കൊക്കെ കുറച്ച് ഭക്ഷണം മേടിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതും കൊണ്ട് ചെയ്യാൻ വരുന്നുള്ളൂ. കാരണം വീഡിയോസിൻ്റെ അറ്റവും മുറിയൊക്കെ കാണാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ എടുത്തു ചാടി ഞങ്ങൾക്ക് അത് ചെയ്യോ ഇത് ചെയ്യോ എന്നൊന്നും പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഒരുപാട് വിഷമിപ്പിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം കുറേ ഫോൺ കോളുകളും മെസ്സേജുകളും ഇതുപോലെ വന്നതിൻ്റെ പേരിൽ അന്വേഷിച്ചതിൻ്റെ പുറത്താണ് ഇന്ന് കിട്ടുന്ന വരുമാനത്തിൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അത് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിലും പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു, ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ വിഷമിപ്പിക്കരുത് എന്നത്. പ്ലീസ്, എന്തോ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഇന്നലെയും അതിലും ഡബിളായിരുന്നു. പക്ഷെ വേണ്ടതൊക്കെ ചെറിയ തുകകളുമല്ല, വലിയ തുകകളാണ്. അതൊക്കെ കേട്ടിട്ട് പോലും മനസ്സ് മരവിക്കുന്ന പോലെയാണ്. എന്താണ് ഇങ്ങനെയൊക്കെ? തെറ്റിദ്ധാരണകളൊക്കെ മാറ്റൂ. ഈ യൂട്യൂബിൽ വീഡിയോ ഞാൻ അതുകൊണ്ടാണ് തെളിവ് സഹിതം ഇതൊക്കെ കാണിക്കുന്നത്. ഞങ്ങളിതേ ഞണ്ടുകറിയൊക്കെ കൂട്ടിയിട്ട് പതിയെ സന്തോഷമായിട്ട് ഒന്നിരുന്നോട്ടെ. ചിഞ്ചുവാണ് ഞണ്ടൊക്കെ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കിയതും. വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും സുഭിക്ഷമായിട്ട് ചട്ടിയും അടിച്ച് ഞങ്ങളിതേ ഷെല്ലുമായിട്ടുള്ള ഷെല്ലാക്രമണം നടത്തിയിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ്. ഹാപ്പി ലൈഫ്. ഇത്രയൊക്കെ മതി. അടിപൊളി.